ഐതിഹാസികമായ യാത്ര മച്ചു പിച്ചുവിലേക്ക് ഞങ്ങൾ തുടങ്ങുകയാണ്. ആശാനെ മല പെറു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെക്കേ അമേരിക്കയുടെ ഏകദേശം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പസഫിക് ഓഷനോട് ചേർന്നാണ് ഈ പെറു എന്ന രാജ്യം കിടക്കുന്നത്. ഇത് 1912 സ്പാനിഷുകാരിൽ നിന്നവർക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി. രാജ്യത്തിൻ്റെ ഒരു 2/3 ഭാഗവും ആമസോൺ കാടുകളാണ്. ഈ രാജ്യത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ലോകാത്ഭുതങ്ങൾ ഒന്നായിട്ടുള്ള മാച്ചു പിച്ചു ആണ്. മാച്ചു പിച്ചു എന്ന് പറയുന്നത് ഒരു 12-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന ഇൻക സാമ്രാജ്യത്തിൻ്റെ തിരുശേഷിപ്പുകളാണ്. ഇവരുടെ തന്നെ പുണ്യനഗരം എന്നാണ് മാച്ചു പിച്ചു അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ താമസിക്കുന്നത് ഇവരുടെ തന്നെ തലസ്ഥാനമായ കൂസ്കോ നഗരത്തിലാണ്. ഈ കൂസ്കോ നഗരത്തിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ ഒരു മലമുകളിലായിട്ടാണ് ഈ മാച്ചു പിച്ചു. അപ്പോൾ സ്പാനിഷുകാർ വരുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാൻ പാടില്ലാത്ത എന്തോ ചില കാരണങ്ങൾ കൊണ്ട് ഇവരുടെ പുണ്യനഗരം ഉപേക്ഷിച്ച് പോവുകയും അങ്ങോട്ടേക്കുള്ള വഴികളൊക്കെ തീ വെച്ച് നശിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആരാടും ശ്രദ്ധിക്കപ്പെടാതെയാണ് ഈ നഗരം ഈ 500 വർഷം കിടന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ നഗരത്തിൽ ഒന്നും വളരെ അൺടച്ചഡ് ആയിട്ട് വ്യത്യാസങ്ങളൊന്നും കൂടാതെ വളരെ മനോഹരമായിട്ട് കിടക്കുന്ന ഒരു നഗരമാണ് മാച്ചു പിച്ചു. നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ ഹോട്ടലിന്റെ പേര് അമറോ കൊളോണിയൽ എന്നാണ്. ശരിക്കും അതിന്റെ പേര് പറയുന്ന പോലെ തന്നെ ഒരു കൊളോണിയൽ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ഡിസൈനും ബ്യൂട്ടിയും എല്ലാം ആ ഒരു ഹോട്ടലിനുണ്ട്. വളരെ മനോഹരമായിട്ടൊരു ഹോട്ടലായിരുന്നു. നല്ല റൂംസും അതുപോലെ തന്നെ എല്ലായിടത്തും വുഡിന്റെ ഒത്തിരി വർക്കുകളും ഒക്കെ ഉണ്ട്. മാത്രമല്ല ഇതിന്റെ ഹോട്ടലിന്റെ പല റൂമുകൾ നോക്കി കഴിഞ്ഞാൽ ആൻഡസ് മലനിരകളുടെ മനോഹരമായ വ്യൂവും ഈ ഹോട്ടലിൽ നിന്നുണ്ടായിരുന്നു. നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹോട്ടലിലെത്തി. റെസ്റ്റോറൻറ്റ് നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു. അത്യാവശ്യം ഹോട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമ്മൾ അത്യാവശ്യം ഫുഡും കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് നല്ലോണം കഴിച്ചു. കാരണം നമുക്ക് എപ്പോഴാണ് ഫുഡ് കിട്ടുന്നതെന്ന് അറിയില്ല. അപ്പം നമ്മൾ അവിടെ നിന്ന് വേഗം തന്നെ ഇച്ചിരി ഒരു ക്യാബ് എടുത്തിട്ട് നമ്മൾ സിറ്റി സെൻറ്ററിലേക്ക് വന്നു. നമ്മുടെ വാൻ അവിടെ റെഡി ആയിരുന്നു. ഏകദേശം ഒരു 8-10 പേര് ഞങ്ങളുടെ കൂടെ വാനിലേക്ക് മാച്ചു പിച്ചുവിൻ്റെ താഴെയുള്ള അക്വാസ് കലിന്തോ എന്ന് പറയുന്ന ആ നഗരത്തിലേക്ക് പോകാനായിട്ട് റെഡിയായി അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടേക്കാണോ അവിടെ കുറച്ച് മാറിയിട്ടാണോ കൃത്യമായിട്ട് അറിയില്ല. നമുക്ക് അങ്ങോട്ടേക്ക് നമ്മൾ യാത്ര പുറപ്പെട്ടു. വാനിൽ കയറി എല്ലാവരും ഇരുന്നു. രസകരമായിട്ടുള്ള യാത്രയായിരുന്നു. യാത്ര നമ്മൾ തുടങ്ങി. വർത്തമാനഗര കുസ്കോ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ മുന്നിലേക്ക് പോയി. അപ്പോൾ ഈ നഗരം കണ്ടുപിടിച്ചത് എന്ന് പറയുന്നത് മാച്ചു പിച്ചു കണ്ടുപിടിച്ചത് ഹിഗൻ ബിക്കം എന്ന് പറയുന്ന ഒരു US കാരനാണ് ഈ നഗരം കണ്ടുപിടിച്ചത്. ഇയാൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരികയും ഇവിടെ നാട്ടുകാരോടൊക്കെ ചോദിക്കുകയും ഇവിടെ എന്തെങ്കിലും ഇങ്ങനെ പഴയ തിരുശേഷിപ്പുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും 1911 ഈ മാച്ചു പിച്ചു നഗരം ഇയാൾ കണ്ടുപിടിച്ചതെങ്കിലും 1913 വരെ ഇദ്ദേഹം ആരോടും പറഞ്ഞില്ല. തിരിച്ചു പോയി പൈസയൊക്കെ ഉണ്ടാക്കി വന്നതിന് ശേഷമാണ് ഈ നഗരത്തെ പറ്റി പുറത്തേക്ക് അറിവ് കിട്ടിയത്. നമ്മുടെ യാത്ര ഏകദേശം ഒരു മണിക്കൂറോളം പിന്നിട്ടു. നമ്മളൊരു സ്ഥലത്ത് നിർത്തി. കാപ്പി കുടിക്കേണ്ടവർ കാപ്പി കുടിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടവർ കഴിക്കാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും നിന്നില്ല. നമ്മൾ ചെറിയൊരു കോഫിയൊക്കെ അടിച്ച് നമ്മൾ അവിടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുകയും നടക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പെറുവിന് വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ് പൊട്ടറ്റോസ്. ഒരുപാട് തരത്തിലുള്ള പൊട്ടറ്റോസ്. നമ്മൾ അവിടെ നിന്ന് ചെറിയ പൊട്ടറ്റോസൊക്കെ വാങ്ങി ചെറിയ ഫ്രൈസ് പോലെയുള്ള ഫ്രൈസൊക്കെ കഴിച്ചു, കോഫിയൊക്കെ കഴിച്ചു മുന്നിലേക്ക് യാത്ര തുടങ്ങി. യാത്രയുടെ ആദ്യ ഭാഗം പോലെ അത്ര എളുപ്പമായിരുന്നില്ല രണ്ടാമത്തെ ഭാഗം. കാരണം യാത്ര ശരിക്കും വളഞ്ഞു പുളഞ്ഞ വഴികളും ഒക്കെ ആയിട്ട് റോഡുകളും വളരെ മോശമായിരുന്നു. റോഡിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ പുതിയ സ്ഥലത്ത് നടക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ യാത്ര വളരെയധികം ക്ഷീണിപ്പിക്കുന്നതായിരുന്നു. നമ്മളെ വളരെയധികം ക്ഷീണിച്ചു. വണ്ടിയിലുള്ള ഒരു വലിയൊരു ഭാഗം തന്നെ ഛർദ്ദിച്ച് അവശരായി. അതുകൊണ്ട് ആരെങ്കിലും കൂസ്കോയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാനായിട്ട് നിങ്ങളൊരു ശങ്കിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ട്രെയിൻ ടിക്കറ്റ് കിട്ടുമെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ട്രെയിൻ തന്നെ യാത്ര ചെയ്യുക. കാരണം യാത്ര ഇത്തിരി ക്ഷീണിപ്പിക്കുന്നതാണ് അങ്ങോട്ടേക്കുള്ളത്. അങ്ങനെ ഒരു കണക്കിന് നമ്മുടെ ഈ കടന്നു പോകുന്ന നഗരത്തിൻ്റെ പേര് അവനിഡ ഫെറോ കാറിൽ എന്നാണ്. ഈ നഗരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് പെറുവിലെ. വളരെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ ഇവരുടെ അടുത്തുണ്ട്. ഞങ്ങളുടെ ഡ്രൈവറോട് നിർത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ഡ്രൈവർ നിർത്താതെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഇടതുവശത്ത് കൂടി പോകുന്നത് ഉറുമാമ്പ നദി, ഇൻകകളുടെ തന്നെ പുണ്യനദി എന്നറിയപ്പെടുന്ന ഉറുമാമ്പ നദിയാണ് നമ്മുടെ തൊട്ട് സൈഡിൽ കൂടി പോകുന്നത്. വണ്ടിയിലുള്ള അവർക്കൊക്കെ എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് യാത്ര. ഞങ്ങൾ വീണ്ടും തുടർന്നു.
Los horarios son a la hora que le han indicado a su agencia, a partir de las 2 de la tarde, el otro sale a partir de las 2:30, 2:40 más tardar, ¿ok chicos? Por favor, antes de bajar del vehículo, verifiquen sus pertenencias, por favor. അപ്പോൾ സ്പാനിഷിലെ നമ്മുടെ ഗൈഡ് എന്തൊക്കെയോ പറഞ്ഞു സ്പാനിഷ് ആയതുകൊണ്ട് നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. എങ്കിലും നമ്മളവിടെ റെസ്റ്റോറൻ്റ് ആണ്, അവിടെ ഫുഡ് കഴിക്കാൻ നമുക്ക് മനസ്സിലായി. അതിമനോഹരമായിട്ടുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഒരു കാടിൻ്റെ തീമിന് ചേരുന്ന രീതിയിലുള്ള റെസ്റ്റോറൻറ്റ്, മനോഹരമായ ടേബിൾസും ഒക്കെ ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് കഴിക്കുക. ഇവിടുന്ന് പിന്നെയാണ് നമ്മൾ നമ്മുടെ നടക്കുന്ന ഒരു 15 കിലോമീറ്റർ ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡ് കഴിച്ച് പോയാൽ മാത്രമാണ് നമുക്ക് ഇവിടുന്ന് ബാക്കി ഉള്ള നടപ്പിന്. ഇടയ്ക്ക് വേറെ ഫുഡോ റെസ്റ്റോറൻറ്റ്സോ ഒന്നുമില്ല. ഇവിടെ നമുക്ക് നല്ല ഫുഡായിരുന്നു. അത്യാവശ്യം ചോറും നമ്മുടെ പരിപ്പ് കറിക്ക് സമാനമായൊരു കറിയും ഗ്രിൽഡ് ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രാവശ്യം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ എടുത്തു. ഞങ്ങൾ അവിടെ വന്നിരുന്നു. മനോഹരമായ വ്യൂ ആയിരുന്നു അവിടെ. ഞങ്ങൾ ഇരുന്നിട്ട് ഞങ്ങൾ ആ ഒരു വ്യൂ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ എൻജോയ് ചെയ്തു. ഞങ്ങൾ രസമായിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ പതിയെ നമ്മുടെ യാത്ര. അപ്പോൾ ഞങ്ങളുടെ ഐതിഹാസികമായ യാത്ര മച്ചു പിച്ചുവിലേക്ക് ഞങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ നടപ്പ് യാത്ര നമ്മൾ തുടങ്ങിയാണ്. നമ്മുടെ യാത്രയിൽ നമ്മൾ എല്ലാ രീതിയിലുള്ള ഇത് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വാനിൽ ഓൾറെഡി യാത്ര ചെയ്തു. ഇപ്പം നമ്മൾ നടക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വാനിൽ കയറിയിട്ട് നാളെ രാവിലെ അവിടെ നിന്ന് മച്ചുപിച്ചിലേക്ക് നമ്മൾ തിരിച്ചുള്ള യാത്ര ട്രെയിനിലും. അപ്പോൾ എല്ലാ തരത്തിലുള്ള യാത്രകളും നമ്മളുടെ ഈ ഒരു യാത്രയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു വെൽക്കം ബോർഡൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാർ കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. വെൽക്കം ബോർഡ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു കൺട്രോൾ പോയിന്റിലാണ് ഞങ്ങൾ നടന്ന് ചെന്നത്. ഈ ഒരു കൺട്രോൾ പോയിന്റിൽ നമ്മളുടെ എല്ലാവരുടെയും നമ്മളുടെ നാഷണാലിറ്റി, നമ്മുടെ ഡീറ്റെയിൽസ്, കോൺടാക്ട് എല്ലാം നമ്മളോട് കൊടുക്കണം. ഇങ്ങനെ കാട്ടിൽ ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരെങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിലായിരിക്കും ഇവർ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നമ്മുടെ നിന്ന് എഴുതി വാങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ നാഷണാലിറ്റിയും കാര്യങ്ങളും എല്ലാം നമ്മളവിടെ എഴുതി കൊടുത്തു. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്രയുടെ ഒരു പ്രധാന ഭാഗം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ കാട്ടിക്കൂടെ നമ്മൾ എവിടെ വരെയാണ് പോണത്? 10 കിലോമീറ്റർ അല്ലേ നമ്മൾ കവർ ചെയ്യുന്നത്. മച്ചുപിച്ചു വരെ നമ്മൾ നടക്കുകയാണ്. അക്കു കലന്റ വരെ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മളുടെ നടപ്പ് നമ്മൾ തുടങ്ങിയാണ്. ഏകദേശം 10 കിലോമീറ്റർ മച്ചുപിച്ചുവിൻ്റെ താഴെയുള്ള അക്വ കലിന്തോ എന്ന് പറയുന്ന നഗരം വരെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഉള്ള നടപ്പാണ് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗം ഈ ഒരു യാത്രയുടെ. കാരണം കാട്ടിലൂടെ യാത്രയിൽ ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ കാട്ടിലൂടെയുള്ള യാത്രയ്ക്ക് തൊട്ട് മുമ്പുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത, ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ട്രെയിനിലും കയറി നടപ്പുവഴി ഒഴിവാക്കി ട്രെയിനിൽ പോകേണ്ടവർക്ക് ട്രെയിനിൽ പോവാം. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ എനിക്കൊന്ന് ലാസ്റ്റ് പോയിന്റ് ആണ് ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങാനായിട്ട്. നമുക്ക് വെള്ളമോ, അതുപോലെ തന്നെ ഞങ്ങളൊരു കാര്യം മറന്നായിരുന്നു. നമ്മൾ പോകുന്ന യാത്ര ഈ കാട്ടിലൂടെ ആയതുകൊണ്ട്, ആമസോണിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് എപ്പോഴും മഴ പെയ്യാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പം നമ്മൾ ആവശ്യമുള്ള റെയിൻകോട്ട് തീർച്ചയായിട്ടും വാങ്ങിയിരിക്കും. കാരണം ഇല്ലെങ്കിൽ നമ്മൾ മഴയത്ത് നമ്മൾ നനഞ്ഞു കുളിച്ച് അവസരമായി പോകും. ഏത് സമയവും മഴ പെയ്യാവുന്ന ഒരു കാലാവസ്ഥയാണ് നമ്മൾ നടന്നു പോകുന്ന വഴികളിലുള്ളത്. അപ്പോൾ നമ്മുടെ മൂന്നാറൊക്കെ പോലെയുള്ളൊരു സാധാരണ ഒരു നഗരം, അതിന് ചേർന്ന റെയിൽവേ സ്റ്റേഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ റെയിൻകോട്ടും കാര്യങ്ങളും എല്ലാം മേടിച്ചു. നമ്മുടെ നടപ്പ് നമ്മൾ തുടർന്നു. അപ്പോഴാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തത് ഈ ട്രെയിനിൻ്റെ അപ്പുറത്ത് കൂടിയാണ് നമ്മുടെ നടപ്പ് വഴിയുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ ട്രെയിൻ ചുറ്റി പോകണം, അല്ലെങ്കിൽ നമ്മൾ ട്രെയിൻ ചാടി കിടക്കണം. അപ്പോൾ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, ട്രെയിൻ ചാടി കിടക്കാം. നമ്മൾ വേഗം തന്നെ റെയിൽവേ സ്റ്റേഷനിൻ്റെ ട്രെയിൻ ചാടി കടന്നു. എന്നിട്ട് നമുക്ക് അപ്പുറത്ത് കൂടി വീണ്ടും നമ്മുടെ യാത്ര തുടരണം. ട്രെയിൻ ചാടി കിടന്നപ്പോൾ തന്നെ വീണ്ടും ഞാനൊരു കോഫി ബാർ എൻ്റെ കണ്ണിപ്പെട്ടു. അപ്പോൾ എനിക്ക് കോഫി ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ പെറു ഒക്കെ കോഫിയിൽ ഒത്തിരി ഫേമസ് ആയതുകൊണ്ട് നമ്മളൊരു കോഫി ഷോപ്പിൽ കയറി ഒരു കോഫി ഓർഡർ ചെയ്യാനായിട്ട് വെച്ചു. നമ്മൾ കോഫിയൊക്കെ അടിച്ച് ഫുൾ ചാർജായി നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. അപ്പം നമ്മുടെ മുമ്പിലും പുറകിലുമൊക്കെ ആയിട്ട് സോളോ യാത്രക്കാരും 10-20 പേരൊക്കെയുള്ള വലിയ ഗ്രൂപ്പുകളും ഒക്കെയുണ്ട്. ചില യാത്രക്കാരൊക്കെ നടക്കാനായിട്ട് വളരെയധികം ഓർഗനൈസ്ഡായിട്ട് വടിയൊക്കെ കുത്തിപ്പിടിച്ചൊക്കെ നടക്കുന്നത് മല കയറാനുള്ള സൗകര്യത്തിന്. നമ്മളത്ര ഓർഗനൈസ്ഡ് ഒന്നും അല്ല. നമ്മൾ അവരെയൊക്കെ ഫോളോ ചെയ്ത് നമ്മൾ പോവുകയാണ്. അപ്പോൾ തുടക്കം തന്നെ അത്യാവശ്യം കയറ്റമായിരുന്നു. അപ്പോൾ ഈ കയറ്റം എങ്ങനെയായിരിക്കും? അങ്ങനെ മലമുകളിൽ വരെ ഇത്രയും കയറ്റമാണെങ്കിൽ നമ്മൾ ശരിക്കും പാടുപെടും. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ യാത്ര തുടർന്നു. 2 കുപ്പി വെള്ളം നമ്മുടെ കയ്യിലുണ്ട് വെള്ളം കുടിക്കാനായിട്ട്.
അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ ഒരു അമ്മച്ചിയായിട്ടിരിക്കുന്നുണ്ട്. അമ്മച്ചി നല്ല പഴമൊക്കെ ഇടും. പഴം മേടിക്കാമെന്ന് വിചാരിച്ചെങ്കിലും വെയിറ്റ് കൂടുതലായതുകൊണ്ട് വേണ്ട, നടക്കാം എന്ന് തന്നെ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട റെയിൽവേ പാലം വീണ്ടും നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് റെയിൽ ഒരു വഴിക്ക് പോവുകയും നമ്മൾ നടക്കുന്നവർ കാട്ടുവഴികളിലൂടെ മല കയറി പോവുകയും ചെയ്യുന്നതാണ് ഈ രീതിയും തോന്നുന്നു. അപ്പോൾ കാട്ടുവഴികളിലൂടെ ആകുമ്പോൾ ഷോർട്ട് കട്ടായിരിക്കും, പക്ഷേ കയറ്റം ഒരല്പം ദുർഘടമാണ്. പക്ഷെ ഞങ്ങളിപ്പോഴും യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ വളരെ ഉഷാറിൽ തന്നെയാണ് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളുകളൊക്കെ ചിലരൊക്കെ റെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആവേശത്തിൽ മല വീണ്ടും കയറ്റം തുടർന്നു. ചിരിക്കണ്ട, കുറച്ചിറങ്ങുമ്പോൾ നമ്മൾ നിൽക്കും, അവർ കയറിപ്പോ. അപ്പോൾ ഞങ്ങൾ പതിയെ ആൾക്കാരെ കവർ ചെയ്ത് വീണ്ടും നമ്മൾ റെയിൽവേ പാളത്തിലെത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഭാഗങ്ങൾ ട്രെയിനിൻ്റെ പാളത്തിലൂടെ ചേർന്ന്, ചില ഭാഗങ്ങൾ കാട്ടിലൂടെയും നമ്മളിങ്ങനെ മിക്സ് ചെയ്താണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് കാട്ടിൻ്റെ ഈ റെയിൽവേ പാളത്തിൻ്റെ സൈഡിൽ കൂടിയാണ്. അപ്പോൾ കാടും ഇതുമൊക്കെ മിക്സ് ചെയ്ത് കാടൊക്കെ ആസ്വദിച്ച് നമ്മളതിന് മുന്നിലേക്ക് നടപ്പ് തുടർന്നു. അപ്പോൾ സ്പാനിഷാണ് ഇവരുടെ ലാംഗ്വേജ് എങ്കിലും ഒത്തിരി ആൾക്കാർ നേറ്റീവ് ലാംഗ്വേജസും ഉണ്ട്. ഇത് ഉറുമാമ്പ നദിയാണ് കേട്ടോ, അത് നമ്മൾ തീർച്ചയായിട്ടും കൂടി പോകുന്നുണ്ട്. ഈ നദി ഇവരുടെ പുണ്യനദിയായിട്ടാണ് അവർ നേരത്തെ കണ്ടത് തന്നെയാണ്, അത് വീണ്ടും പോകുന്നത്. അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു, നമസ്തേ എന്ന് എഴുതിയിട്ടുള്ളത്. അതൊരു ഹോം സ്റ്റേ മറ്റോ ആണ്, പക്ഷെ അവിടെ ആരും ഉണ്ടാവാറുന്നതുകൊണ്ട് ആരൊക്കെയാണെന്ന് കാണാൻ നമുക്ക് പറ്റിയില്ല. നമ്മൾ യാത്ര തുടർന്നു. പാലത്തിന്റെ നടുക്ക് പട്ടിച്ചേട്ടൻ, ഈ പട്ടിച്ചേട്ടനെങ്ങാനും കുറച്ച് ചാടിയാൽ നമ്മൾ വെള്ളത്തിൽ ചാടുകയില്ലാണ്ട് ഒരു വഴിയില്ല. പക്ഷെ പട്ടിച്ചേട്ടൻ വളരെ ഡീസൻ്റ് ആയിരുന്നു കേട്ടോ. ചേട്ടൻ ഒന്നും നമ്മൾ ഉപദ്രവിച്ചില്ല. ചേട്ടൻ ഞാൻ എത്രയോ ആൾക്കാരെ കണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മളെയൊക്കെ നോക്കി നമ്മൾ യാത്ര തുടർന്നു. നമ്മുടെ അന്നോ രാവിലെയോ എന്തോ വലിയൊരു മഴ പെയ്തിട്ടുണ്ട്. കാരണം കലങ്ങി മറിഞ്ഞ നദിയാണ് നമ്മുടെ പാലത്തിനടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയൊരു മഴ പെയ്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ ഒത്തിരി ഹോം സ്റ്റേകൾ ഇതിൽ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയുണ്ട്. അത്തരത്തിലുള്ളൊരു ഹോം സ്റ്റേ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ യാത്രയുടെ അതേ വഴിക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിനൊക്കെ നോക്കി പോകണം. പാളത്തിൽ നടക്കുമ്പോഴത്തേക്കും ഇല്ലെങ്കിൽ ട്രെയിൻ തട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഇത് ഈ ഒരു പോയിന്റ് ഒത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള പോയിന്റ് ആയിരുന്നു. ഈ പാലത്തിന് നമുക്ക് പെഡസ്ട്രിയൻസിന് പോകാനായിട്ട് പ്രത്യേകിച്ച് വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ ട്രെയിൻ വന്ന് ഈ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക എന്നല്ലാണ്ട് മറ്റു വഴികളൊന്നും ഉണ്ട്. ഈ പാലം വളരെ സൂക്ഷിച്ച് വേണം കിടക്കാനായിട്ട്. രണ്ട് സൈഡൊക്കെ നോക്കി നടന്നു നിന്നു. വളരെ നല്ല ശുദ്ധവായുക്കെ ആസ്വദിച്ചു. അവിടെ നിന്ന് വളരെ മനോഹരമായിട്ടുള്ളൊരു പോയിൻ്റായിരുന്നു ഇത്. ഞങ്ങൾ നിന്നു. ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. അങ്ങനെ കുറച്ച് ഞങ്ങൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 2-2.5 മണിക്കൂറൊക്കെ കഴിഞ്ഞു. നമ്മൾ ക്ഷീണിച്ചു തുടങ്ങി. നല്ല മനോഹര സ്പോട്ടിൽ നല്ല ഉരുളം കല്ലൊക്കെ ആയിട്ട് വന്നപ്പോൾ ഇരിക്കാൻ സൗകര്യമായിട്ട് കുറേ പാറക്കല്ലുകൾ കണ്ടപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. യാത്ര തുടങ്ങി. ഏകദേശം നമ്മൾ തളർന്നു തുടങ്ങി. കാരണം ചില കുത്തനെയുള്ള മലമുകളിൽ കയറുമ്പോൾ ശരിക്കും നമ്മൾ ടയർഡാവും. വെള്ളമൊക്കെ കുടിച്ച് മുന്നിലേക്ക് പോകുന്നു. മുന്നിൽ നോക്കിയപ്പോൾ പെട്ടെന്നൊരു സ്നാക്ക് ബാർ. അത് ഞങ്ങൾ ആകെ ടയർഡായിരുന്നു ആക്ച്വലി. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ എന്താ കഴിക്കുക, എന്താ കുടിക്കുക. പെട്ടെന്ന് നോക്കിയപ്പോൾ നല്ല പഴുത്ത മാങ്ങ. ഉടനെ 2 പ്ലേറ്റ് മാങ്ങ ഓർഡർ ചെയ്തു. ഈ മാങ്ങ ശരിക്കും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും മാങ്ങയൊക്കെ കഴിച്ചു. ഞങ്ങൾ പൂർവാധികം ഊർജ്ജത്തോടെ വീണ്ടും യാത്ര നമ്മൾ തുടരുകയാണ്. ഇനി നമുക്ക് യാത്രകൾ കവർ ചെയ്യാനുണ്ട്. കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഇവരുടെ ഒരു ചെറു നഗരമായ അക്വാകലിന്തോയിൽ നമ്മൾ വീണ്ടും എത്തും. അവിടെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വെൽക്കം ബോർഡ് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തിയെന്നാണ് തോന്നുന്നത്. മാച്ചു പിച്ചുവിലേക്കുള്ളൊരു വെൽക്കം ബോർഡ് കണ്ടു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ ആൾക്കാരെടുത്തു. നമ്മളും ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ കുറേ ബസ്സുകൾ സർവീസ് നടത്തുന്നത് നമ്മൾ കണ്ടായിരുന്നു. ഈ ബസ്സുകളുടെ പ്രത്യേകത എനിക്ക് ഞങ്ങൾ മനസ്സിലാക്കിയത്, ഈ ബസ്സുകളിലാണ് നമ്മൾ നാളെ രാവിലെ മാച്ചു പിച്ചുവിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ബസ്സുകളൊന്നും എടുത്തിട്ട് വേണം. അപ്പോൾ നമുക്ക് ആശ്വാസമായി. ഇനിയിപ്പോൾ അധികം ദൂരം ഇല്ല. നമ്മളിപ്പോൾ നടക്കു തുടങ്ങിയിട്ട് 3-4 മണിക്കൂർ ആവുന്നു. അപ്പോൾ ചെറിയൊരു പാലമാണ്. അപ്പോൾ ഇത് വെൽക്കം ബോർഡ് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഹോട്ടൽ റൂം വളരെ അടുത്ത് തന്നെയാണ് എന്നുള്ള ആശ്വാസം നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. അങ്ങ് ദൂരെ നമുക്ക് നമ്മുടെ ഹോട്ടൽസൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആവേശമായി. നമ്മൾ നഗരത്തിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ നഗരത്തിൻ്റെ പ്രത്യേകത, ഇതൊരു ചെറു നഗരമാണെങ്കിലും ഇതിനകത്ത് തന്നെ കുറേ റെയിൽവേ ലൈനുകളും റോഡുകളും ഒരു പുഴയും കുറേ അധികം ഹോട്ടൽ റൂംസും എല്ലാം കൂടി മിക്സ് ചെയ്ത് സാമ്പാർ നഗരമായിരുന്നു. ശരിക്കും എല്ലാം കൂടി കൂടിക്കുറഞ്ഞൊരു നഗരം. ഇതിൽ നമ്മുടെ ഹോട്ടൽ റൂം നമ്മൾ കണ്ടുപിടിക്കണം.
നമ്മൾ ആൾക്കാരോട് ചോദിച്ചൊക്കെ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടലിൽ റൂമിൽ ചെന്ന് സാധനങ്ങളൊക്കെ വെക്കണം. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു സ്കൂളും ഒരു വലിയ പ്ലേ ഗ്രൗണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. വെറും 5000 പേര് താമസിക്കുന്ന നഗരമാണെങ്കിലും ഏകദേശം 10000 പേര് വന്നു പോകുന്നൊരു നഗരം കൂടിയാണ് ഈ ചെറു നഗരം. ഇവിടുന്ന് നമ്മൾ ഹോട്ടൽ താമസിച്ചിട്ട് നാളെ അതിരാവിലെ യാത്ര പുറപ്പെടണം.